ആ മനുഷ്യൻ്റെ വലിപ്പം നോക്ക്. ഒരുപാടൊക്കെ എന്നെ അടക്കം അങ്ങ് ആദ്യം പറഞ്ഞ ആ പിന്നെ ഞാനുണ്ട്, ബേബിയുണ്ട്, പിന്നെ വിജയകുമാറുണ്ട്, ഞങ്ങൾ 23 പേരെ ഭീകരമായി തല്ലി ഡിഫൻസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടുത്തി രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവിടെ സബ് ജയിലിൽ കൊണ്ടടിച്ചു അട്ടക്കുളങ്ങര, പിന്നെ അവിടെ സബ് ജയിൽ സെൻട്രൽ ജയിലിൽ പോയി ശിക്ഷിച്ചു ഒക്കെ ചെയ്തെങ്കിലും അതൊക്കെ രാഷ്ട്രീയമായ പ്രശ്നമാണ്. ഞങ്ങൾ ഇന്നും പിന്നെ ശ്രീ കരുണാകരനെ ആദരിക്കും. എന്താ കമ്പയർ ചെയ്യാനുള്ളത് പറയൂ. നമ്മുടെ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡാവേണ്ട, സ്റ്റേറ്റിൻ്റെ ഹെഡാവേണ്ട ആളിനെ മറ്റുള്ളവർക്കില്ലാത്ത ഒരുപാട് ഗുണം വേണ്ടേ? കേന്ദ്ര നയങ്ങളെ അന്ധമായി പിന്തുടരുകയോ കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴിപ്പെടുകയോ ചെയ്യുകയല്ല, മറിച്ച് കേരളത്തിൻ്റെ സാഹചര്യങ്ങളെയും അതിൻ്റെ ആവശ്യങ്ങളെയും പരിഗണനാ വിഷയങ്ങളെയും മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നതാണ് ജി സുധാകരൻ്റെ നിലപാട്. എന്നിട്ട് എന്തുകൊണ്ടാണ് താങ്കൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന ദേവസ്വം ബില്ല് അട്ടിമറിക്കപ്പെട്ടത്? ആ സമയത്താണ് പഴുതുകൾ അടച്ചുള്ളൊരു ദേവസ്വം ബില്ലിലേക്ക് താങ്കൾ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് താങ്കളുടെ കയ്യിൽ നിന്ന് ആ വകുപ്പ് നഷ്ടപ്പെടുന്നത്. ഇതിന് പിന്നിൽ പാർട്ടിയിലെ ചിലർ ഗൂഢാലോചന നടത്തിയെന്ന ആക്ഷേപം അക്കാലത്ത് ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ ഒരു മറുപടി ഇപ്പോഴുണ്ട്. അങ്ങനെ പത്രങ്ങളിലൊക്കെ ചില റിപ്പോർട്ട് വന്നു. ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ പലരും എന്നോട് ചോദിച്ചു. എൻ്റെ മുമ്പിൽ യാതൊരു തെളിവുമില്ല. എനിക്കറിയാവുന്നത് എൻ്റെ മുമ്പിൽ അങ്ങനെ ആരെങ്കിലും കുറച്ച് പേര് അങ്ങനെ ഗൂഢാലോചന നടത്തിയാൽ മാത്രം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രകാശ് കാരാടക്കം രാമേന്ദ്രൻ പിള്ളയെല്ലാം പങ്കെടുത്ത ഒരു സെക്രട്ടേറിയറ്റിലാണ് തീരുമാനിച്ചതെന്നാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയിലാണ് തീരുമാനിച്ചത്, സെക്രട്ടേറിയറ്റാണ്. സെക്രട്ടേറിയറ്റ് തീരുമാനം എന്നെ ആലപ്പുഴ ഉണ്ടായിരുന്ന എന്നോട് ടെലിഫോണിൽ കൂടി പിണറായി പറയുകയും ഞാൻ അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അച്ചടക്കമുള്ള മെമ്പർ, ഞാനൊന്നും തന്നെ പറയാൻ പോയില്ല, ഒരു വിഷമവും കാണിക്കാൻ പോയില്ല. അത് പാർട്ടി തീരുമാനമാണ്, ഞാൻ അംഗീകരിച്ചു. പക്ഷേ ആദ്യം ഞാൻ നിയമം കൊണ്ടുവന്ന് അഴിമതി നടന്ന ദേവസ്വം ബോർഡിനെ പിരിച്ചുവിട്ടു. ഇന്ത്യയിൽ ആദ്യമുള്ള ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുന്നു, ഒരു കോടതി കേസ് നിന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ PSCക്ക് വിട്ടു. അതിന് പ്രത്യേക നിയമം ഞാൻ കൊണ്ടുവന്നു. അഡീഷണൽ പവേഴ്സ് പിന്നെ കൊടുക്കണമല്ലോ PSCക്ക് ഇത് നടത്താൻ. അതിന് പ്രത്യേക നിയമം കൊണ്ടുവന്ന് അതെല്ലാം പാസ്സാക്കി പിന്നെ അതിൻ്റെ ബൈലായുമൊക്കെ ഉണ്ടാക്കി PSCക്ക് കൊടുത്ത് ഞങ്ങൾ ഗവൺമെൻറ് പോകുന്ന ശേഷം ഇപ്പോൾ വന്ന PSC ചെയർമാൻ അത് നടപ്പിലാക്കാനുള്ള നിലപാടെടുക്കുമ്പോഴാണ് ഇവർ ധൃതിയിൽ കൂടിയിട്ട് മതസമുദായ സംഘടനകളുമായി ഗൂഢാലോചന നടത്തി ഇത് ചെയ്തിട്ടുള്ളത്. പാർട്ടിയുടെ LDFിൻ്റെ സഹായത്തോടെ പിണറായി വിജയൻ്റെ സമ്പൂർണ്ണമായ നിർദ്ദേശപ്രകാരമാണ് പുതിയ നിയമം. അതവിടെ നിയമസഭയിൽ അവതരിപ്പിച്ചു. അപ്പോൾ പോർട്ട്ഫോളിയോ മാറി, നിയമസഭ പിരിച്ചു. രാമേന്ദ്രൻ കടന്നപ്പള്ളി വന്നു, അദ്ദേഹം ഇവിടുന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു, ചർച്ച ചെയ്തു. സബ്ജക്ട് കമ്മിറ്റിക്ക് ഇവിടുന്ന് ചർച്ച പൂർത്തിയായി സബ്ജക്ട് കമ്മിറ്റിക്ക് പോകുന്നു. അന്ന് വൈകിട്ട് തന്നെ സബ്ജക്ട് കമ്മിറ്റി കൂടും. അങ്ങനെയാണ് സബ്ജക്ട് കമ്മിറ്റി കൂടി അമെൻമെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളിച്ച, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ അടുത്ത ദിവസം വെക്കുന്നത് പേപ്പേഴ്സൊക്കെ തയ്യാറാക്കണം. അതിൻ്റെ 3-ാമത്തെ ദിവസമോ 4-ാമത്തെ ദിവസമാണ് വെക്കേണ്ടത്. പക്ഷേ കടന്നപ്പള്ളി അത് വെച്ചില്ല, കാരണം ഈ സബ്ജക്ട് കമ്മിറ്റി കൂടിയില്ല. അനർഹമായ പദവിയിൽ ഇരിക്കുന്നു ഉമ്മൻചാണ്ടി എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ശ്രീ ജി സുധാകരൻ അർഹമായ പദവികളിലൊക്കെ ഇരിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണോ? വളരെയധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ള, പ്രവർത്തന പാരമ്പര്യമുള്ള, പാർട്ടിയിൽ തത്വങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുതിർന്ന നേതാവായ ശ്രീ ജി സുധാകരൻ തനിക്ക് ശേഷം വന്ന MA ബേബിയും ഡോക്ടർ TM തോമസ് ഐസക്കുമെല്ലാം കേന്ദ്ര കമ്മിറ്റിയിലും പൊളിറ്റ് ബ്യൂറോയിലുമെല്ലാം അംഗങ്ങളാകുന്നത് കാണേണ്ടി വന്നില്ലേ? അതിലെപ്പോഴെങ്കിലും വ്യക്തിപരമായി വേദന തോന്നിയിട്ടുണ്ട്? എനിക്കൊരു വേദന തോന്നിയിട്ടില്ല, യാതൊരു വേദനയും തോന്നിയിട്ടില്ല. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആകെ എന്നെ ഏൽപ്പിച്ച ഒരു ജോലി തന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമായി സെക്രട്ടേറിയറ്റിലേക്ക് എന്നെ അവർ പ്രപ്പോസ് പിണറായി പ്രപ്പോസ് ചെയ്തു ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കത് ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. വിജയിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അങ്ങനെ ഞാൻ ഒഴിഞ്ഞു, അതവിടെ വെച്ച് അവസാനിച്ചു. അപ്പോൾ എനിക്ക് പൊസിഷൻ തന്നവർ ഇല്ലെന്നല്ല, എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം ഈ പാർട്ടിക്കകത്തുള്ള പൊസിഷൻസ് നമുക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സ്ഥാനവുമായിട്ടൊന്നും ഇക്വേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പറഞ്ഞതിന് മറ്റൊരർത്ഥം, പാർട്ടിയുടെ ഉന്നത ശ്രേണികളിലേക്ക് എത്തുന്നതിന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം ഒരു മാനദണ്ഡമല്ല എന്നാണോ? പാർട്ടിയുടെ ഉന്നത ശ്രേണികളിൽ എത്തുന്നവർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടല്ലേ അവരും അങ്ങോട്ട് പോണത്. അതിൽ പ്രവർത്തിച്ച കാലയളവിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അല്ല, സ്വാഭാവികമായും ഇത്രയധികം പ്രവർത്തന പാരമ്പര്യമുള്ള ശ്രീ ജി സുധാകരൻ ആലോചിച്ച് കാണില്ലേ എന്തുകൊണ്ട് എനിക്കിതെല്ലാം നിഷേധിക്കപ്പെടുന്നു? എനിക്ക് നിഷേധിക്കപ്പെട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കൊണ്ടും പ്രവർത്തന പാരമ്പര്യം കൊണ്ടുമെല്ലാം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയായിരുന്നു ശ്രീ ജി സുധാകരൻ. അക്കാലത്ത് ആ നറുക്ക് വീണത് MA ബേബിക്കായിരുന്നു. പക്ഷെ വിദ്യാഭ്യാസ വകുപ്പെന്ന് പറഞ്ഞാൽ ഒരു മുന്തിയ വകുപ്പാണെന്നും പ്രധാന വകുപ്പാണെന്നും നമുക്ക് ധാരണയുണ്ട്. അത് ശരിയാണ്, കാരണം വിദ്യാഭ്യാസം എല്ലാ വീടുകളിലും ഉണ്ട്. സഹകരണ വകുപ്പും തത്തുല്യമായൊരു വകുപ്പാണ്. സഹകരണ വകുപ്പിനെ പറ്റി അറിയാൻ പാടില്ലാത്ത പല പുതിയ അധ്യായങ്ങൾ ഞങ്ങൾ എഴുതി ചേർത്തു. സഹകരണ വകുപ്പ് ഒരു മഹത്തായ വകുപ്പല്ലേ? സഹകരണ വകുപ്പ് ഒരു മഹത്തായ വകുപ്പല്ല എന്ന് തോന്നാനുള്ള കാരണം കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ബേബിക്ക് എന്താ വിദ്യാഭ്യാസ മന്ത്രിയായ?
കേരളത്തിലെ CPIMനകത്ത് പലതരത്തിലുള്ള അപശബ്ദങ്ങളും പുറത്തു കേൾക്കുന്നു. പ്രത്യേകിച്ച് പല സന്ദർഭങ്ങളിലും പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിൽ നടത്തുന്ന പരസ്യമായ വാക്കേറ്റങ്ങൾ, അതോടൊപ്പം തന്നെ TP ചന്ദ്രശേഖരൻ വധം സമ്മാനിച്ച പാർട്ടിയെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇടതുമുന്നണിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം, താങ്കൾ അത് വിശദീകരിച്ചെങ്കിൽ പോലും അതുണ്ടാക്കിയിട്ടുള്ള ആശയക്കുഴപ്പം, ഇതെല്ലാം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ ശ്രീ G സുധാകരനിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ എന്താണ്? സഖാവ് പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞാലേ പറ്റൂ. അദ്ദേഹം അല്ലേ പറയേണ്ടത്. അതിനെതിരായിട്ട് ആരും പറയാൻ പാടില്ല പാർട്ടിക്ക് വെളിയിൽ. അത് ആര് പറഞ്ഞാലും അത് ശരിയല്ല. പേരൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ പറഞ്ഞാലും ശരിയല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞവരാണ് തിരുത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് VSനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന സംസ്ഥാന സമിതിയുടെ പ്രമേയം കേന്ദ്ര കമ്മിറ്റിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടും ഒരു തീരുമാനം ഉണ്ടാകാതെ നീണ്ടു? അങ്ങനെയൊന്നും ഒരു തീരുമാനം കേന്ദ്ര കമ്മിറ്റി എടുത്തിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി ഫൈനലായിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ ചർച്ചകൾ പലതും വന്നിട്ടുണ്ടാവും. അതല്ലാതെ ഒരു ഡിസിഷൻ എന്നുള്ള അടിസ്ഥാനത്തിലൊന്നും ഞങ്ങൾ ഫൈനലായിട്ടൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം ആ സ്ഥാനം തുടരാണല്ലോ ഇപ്പോൾ തീരുമാനിച്ചത്. തുടരുകയാണല്ലോ. അതൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ലാവ്ലിൻ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിലെ പിണറായിയുടെ വാദത്തിനെതിരായും കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിനിടെ ഡൽഹിയിൽ വെച്ച് VSന്റെ മറുപടി ഉണ്ടായി. അതും വിവാദത്തിലേക്ക് നീങ്ങി. ഞാനാണെങ്കിൽ ആ സ്ഥാനത്ത് ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. VSന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ പിണറായിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടേ പറയും. ഞാൻ ചോദിക്കുന്നത് VS ഉന്നയിക്കുന്ന ആശയങ്ങളെക്കുറിച്ച് കൂടിയാണ്. അത്തരം ആശയങ്ങൾ എന്തുകൊണ്ടാണ് VSന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉന്നയിക്കേണ്ടി വരുന്നത്? അത് പാർട്ടി വേദിയിൽ അദ്ദേഹം അത് ഉന്നയിക്കാനുള്ള സാഹചര്യങ്ങൾ പാർട്ടി പരിശോധിക്കേണ്ടതല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. ഒന്നും പരിശോധിക്കേണ്ടതല്ലേ. പാർട്ടിയിൽ ഇതെല്ലാം ഉന്നയിക്കാമല്ലോ. പാർട്ടിക്കകത്ത് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പാർട്ടിക്കകത്ത് എന്താ ഉന്നയിച്ചാൽ ഉൾപ്പാർട്ടി ജനാധിപത്യമല്ലേ. അത് കഴിഞ്ഞ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഡെമോക്രസി. പിന്നെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞവരുണ്ടെങ്കിലും അവർക്കും ബാധകമാണ് തീരുമാനം. ഒറ്റ അഭിപ്രായമേ ഉള്ളൂ പിന്നെ പാർട്ടിക്ക്. അതാണ് സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃത ജനാധിപത്യം. ശരിയാണ്. കൂടംകുളം ആണവ നിലയത്തിന്റെ കാര്യത്തിൽ, കോവളം കൊട്ടാരത്തിന്റെ കാര്യത്തിൽ, TP വധത്തെ സംബന്ധിച്ച് എല്ലാം VS നടത്തിയിട്ടുള്ള ഇടപെടലുകൾക്ക് ഒരു ജനശ്രദ്ധ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കില്ല? ഞാൻ ഇപ്പോൾ VSനെ പറ്റി ഒരു ചർച്ചയ്ക്കൊന്നും തയ്യാറായിട്ടല്ല ഞാൻ വന്നത്. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനത് ചെയ്യാറില്ല. പക്ഷെ ചോദിച്ചുകൊണ്ട് ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള കാര്യമല്ലേ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവരും കേട്ടതല്ലേ, എല്ലാവരും കണ്ടതല്ലേ. എന്നിട്ട് അതിന് അപ്പം അതേപ്പറ്റി എൻ്റെ ഒരു റിമാർക്സിൻ്റെ ആവശ്യമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി തീരുമാനമുണ്ട്. എത്ര ആവർത്തിച്ച് ചോദിച്ചാലും എത്ര വളഞ്ഞിട്ട് ചോദിച്ചാലും G സുധാകരൻ എപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ പിണറായി വിജയനെ അനുകൂലിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അതങ്ങനെ വ്യക്തിപരമായി എനിക്ക് ബഹുമാനമാണ്. പിണറായി വിജയന് ഞാനിപ്പോൾ സംസാരിക്കുന്ന സെക്രട്ടറി ആയതുകൊണ്ടാണ്. സെക്രട്ടറി അല്ലാതിരുന്നാൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് അല്ലാതാവത്തില്ല. ക്വാളിറ്റി ഉണ്ടല്ലോ. VSനുണ്ട് ക്വാളിറ്റി. VSന് ക്വാളിറ്റി ഇല്ലെന്ന് ആര് പറഞ്ഞു? ഏതൊരു മലയാളിയും G സുധാകരനെ നേരിട്ട് കണ്ടാൽ ചോദിക്കാനിടയുള്ള ആദ്യത്തെ ചോദ്യം ഒരുപക്ഷെ രാഷ്ട്രീയക്കാരനായ G സുധാകരൻ എന്തിനാണ് കവിത എഴുതുന്നത് എന്നതായിരിക്കും. അല്ല, അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. കേരളത്തിൻ്റെ ഫ്യൂഡൽ മനസ്സാണ്. ഓരോരുത്തരും ഓരോ കമ്പാർട്ട്മെൻറ്റ്. ഇതൊരു പുതിയ ചാതുർവർണ്ണയമാണിത്. കവിത എഴുതുന്നവൻ കവിത എഴുതണം, പിന്നെ അഭിനയിക്കണം, കൃഷിക്കാരനായിരിക്കണം, ബാർബറായിരിക്കണം, അല്ലെങ്കിൽ ചെത്തുകാരനായിരിക്കണം, ഡോക്ടറായിരിക്കണം, എഞ്ചിനീയറായിരിക്കണം, രാഷ്ട്രീയക്കാരൻ. എന്തായത്? ജീവിതം എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ സാഹിത്യ ചരിത്രമോ ലോകത്തിൻ്റെ വൈജ്ഞാനിക ചരിത്രമോ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഫ്യൂഡൽ അടിത്തറയാണ് ഇവിടെ ഇപ്പോഴും. ഫ്യൂഡൽ മാനദണ്ഡങ്ങളാണ് ചില ആളുകൾ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റീഷ്യൻ പോയിറ്റ് ആരാണെന്നറിയാമോ? പാബ്ലോ നെരൂദ. വളരെയധികം ശ്രീ G സുധാകരൻ ഈ സംഭാഷണത്തിന് താങ്ക് യു വെരി മച്ച്.